ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ലാൻഡേണിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് റമദാൻ്റെ ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലാൻഡേണാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർഡ്ബോർഡാണ്. അപ്പോൾ ഞാൻ 18 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ വീതിയുള്ള 4 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ വീതം ഗ്യാപ്പ് ഇട്ടിട്ട് സെൻറ്ററിലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 14 സെൻറ്റിമീറ്റർ വരുന്ന 4 സ്ക്വയർ പീസാണ്. അപ്പോൾ 4 ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 10 സെൻറ്റിമീറ്റർ വരുന്ന 2 സ്ക്വയർ പീസും 6 സെൻറ്റിമീറ്റർ വരുന്ന 2 സ്ക്വയർ പീസും അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ വരുന്ന 2 സ്ക്വയർ പീസും ആണ് വേണ്ടത്. എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതുപോലത്തെ ബാമ്പൂ സ്റ്റിക്കാണ്. ബാമ്പൂ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈർക്കിലെടുത്താലും മതി. അത് നമുക്കിതുപോലെ ക്രോസിൽ ഈ 4 പീസിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഈ ക്രോസിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാമ്പൂ സ്റ്റിക്ക് ഞാൻ ഈ ഒരു 4 പീസിലും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ 14 സെൻറ്റിമീറ്റർ വരുന്ന 4 സ്ക്വയർ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിൽ 2 എണ്ണം വീതം നമുക്കിതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പീസസൊക്കെ ഇതുപോലെ 2 എണ്ണം വീതം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ ഞാനെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വീതം ഇതുപോലെ എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു 4 പീസും കൂടെ ഒരു ബോക്സ് പോലെ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 14 സെൻറ്റിമീറ്റർ വരുന്ന ഈ 2 പീസിൽ ഒരെണ്ണം നമ്മൾ അടിഭാഗത്തും അതുപോലെ ഒരു എണ്ണം നമ്മൾ മുകൾ ഭാഗത്തുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതുപോലെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 10 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയർ പീസും അതിൻ്റെ മുകളിൽ 6 സെൻറ്റിമീറ്ററും അതിൻ്റെ മുകളിൽ 2 സെൻറ്റിമീറ്ററും ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലാസ്റ്റായിട്ട് ഒട്ടിച്ചുള്ള ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് വെച്ചപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ലാൻഡേണിന്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊരു ഹാങ്ങിങ് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വയറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് എന്തിലേക്കും വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. അതും ഞാനിതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ലാൻഡേണിൻ്റെ പകുതി പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ലുക്കാക്കി എടുക്കാനുണ്ട് നമ്മളെ ലാൻഡേണിന്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഗ്ലൂവും വാട്ടറും കൂടെ ഈക്വൽ പ്രൊപ്പോർഷനിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ പകരമായിട്ട് മാസ്കിംഗ് ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂ ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് കാർഡ്ബോർഡിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ടിഷ്യൂ പേപ്പർ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് റമദാൻ തീം ആയതുകൊണ്ടാണ് വൈറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് വെച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, വീഡിയോ ഒരുപാട് ലെങ്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യാതെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഗോൾഡൻ കളർ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇതിന്ന് ഇതുപോലെ ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോം ഷീറ്റ് ഞാൻ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ലേസൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. 10 റുപ്പീസാണ് ഈ ഒരു ഷീറ്റിന് വരുന്നത്. ഇത് ഒരുപാട് കളേഴ്സിലും അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ള ഫോം ഷീറ്റ് ഇതുപോലെ സ്റ്റിക്കർ ടൈപ്പാണ്. അതുകൊണ്ട് എക്സ്ട്രാ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലതിന് ഇതുപോലെ സ്റ്റിക്കർ ടൈപ്പ് ആവില്ല. അപ്പോൾ അതിന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു ബോർഡർ പോലെ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലുക്ക് ഉണ്ട് നമ്മൾ ഈ ഒരു ലാൻഡേൺ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ലാൻഡേണിൻ്റെ സൈഡിൽ മുകളിലൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീഫും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ലാൻഡേണിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുകളിലെ ഹാങ്ങിങ്ങിന് ജൂട്ട് ത്രെഡും കൂടെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഞാനിതുപോലെ ലാൻഡേൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.